അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നമ്മുടെ വീട്ടിലുള്ള വിഷമം പോലെ ഞങ്ങളുണ്ട്. കൊള്ളപ്പലിശക്കാരന്റെ ഈ തെറ്റൂരും ധിക്കാരും ഒന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. ഇവര് എവിടെ ഇറങ്ങി പോകും? ഇവർക്ക് പോവാൻ സ്ഥലമില്ല. അങ്ങനെ പോകാൻ സ്ഥലമില്ലാത്തവർ ഇറക്കി വിടാൻ ഏത് നിയമമുണ്ട്? ഇവന്മാർക്കെതിരായി പോലീസ് നടപടിയെടുക്കണം. ഇതുപോലുള്ള നരാധവന്മാർക്കെതിരായി പോലീസ് നടപടിയെടുക്കണം. ഈ സ്ത്രീകളെ, കുഞ്ഞു മക്കളെ ഇറക്കി വഴിയാധാരമാക്കി വിടാൻ അനുവദിക്കില്ല. ശക്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം ഇതിലുണ്ട്. അമ്മയോടൊപ്പം ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ വെമ്പായത്ത് ഇതുപോലെ സംഭവിച്ചു. ഞങ്ങൾ ശക്തമായി എതിർക്കും. ഒരാളെ വീട്ടിന്റെ വഴിയാധാരമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അമ്മയുടെ കണ്ണീരിന് ഞങ്ങൾ കൂടെ ഉണ്ട്. ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യില്ല. ഒരിടത്തേക്കും നിങ്ങൾ പോകാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ ഉള്ളത് അറിഞ്ഞ് നമ്മളെ ഡിവൈഎസ്ഐക്കാരും മറ്റ് ആളുകളും എല്ലാം ഓടി വരികയാണ്. നിങ്ങളെയൊന്നും ഈ സ്ത്രീ രണ്ട് മക്കളല്ലേ, രണ്ട് മക്കള്, ഒരാള് 10ാം ക്ലാസ്സിൽ, 2 മക്കളെയും അമ്മയെയും കൂടെ രണ്ട് പെൺമക്കളെയും ഇറക്കി വിട്ട് ഇത് ഇവിടെ റെയ്ഡ് ചെയ്ത് ജപ്തി ചെയ്ത് കൊണ്ടുപോയാൽ ഇവരെവിടെ നിൽക്കും? ഇവരെവിടെ പോവും? ഇതിനൊക്കെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ കൊള്ളപ്പലിശക്കാര് കൊണ്ടുവന്ന് വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയാൽ ഈ അമ്മയും ഈ മക്കളും എവിടേക്ക് പോകും? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ആളുകളെല്ലാം ഇത് അറിഞ്ഞ് ഓടി വരികയാണ്. ഒരിടത്തും പോണ്ട. ഇവിടെ നിങ്ങൾ ജീവിക്കും. ഒരിടത്തും പോണ്ട. 2 പെൺമക്കളെയും ഒരു അമ്മയെയും ഇറക്കി വിട്ടിട്ട് ഇവിടെ ഒന്നും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ കൂടെ ഉണ്ടാവും. 4 പെൺമക്കളാണ്. ഒരാള് +2, ഒരാൾ 9. ഇറക്കി ഈ സ്ത്രീകളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് വഴിയാധാരമാക്കാൻ വന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഈ മുത്തൂറ്റിന്റെ കൊള്ളപ്പലിശക്കാർ എത്ര ദിവസമായി ഇവരെ ഹരാസ് ചെയ്യുന്നുണ്ടാവും? എത്ര ദിവസം ഇവരെ പിന്തുടർന്നിട്ടുണ്ടാവും? എത്ര ദിവസം ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും? ഈ ഭീഷണിയും ഈ ഹരാസ്മെന്റും ഈ പാവപ്പെട്ട സ്ത്രീകൾ സഹിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും അനുവദിക്കാൻ പറ്റൂല. ശക്തമായി ഇതില് ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് ഇന്ന് രാത്രി ആണെങ്കിൽ ഇന്ന് രാത്രി, എല്ലാ ദിവസവും ആണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കാവലിരിക്കും. ഞങ്ങള് ഇവിടെ 4 ഇറക്കി വിടാൻ അനുവദിക്കൂല. അങ്ങനെയൊന്നും കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളെയും പെൺമക്കളെയും ഇറക്കി വിട്ട് ഈ കൊള്ളപ്പലിശക്കാരുടെ മുത്തൂറ്റ് പോലുള്ള ആളുകളുടെ ഈ ധിക്കാരം നടപ്പിലാക്കാൻ അനുവദിക്കാൻ പറ്റൂല. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റൂല. അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇപ്പോ ഓരോ സ്ഥലത്ത് നിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷമവും നിങ്ങളെ ഇറക്കി വിടാൻ നടത്തിയ ഈ നടപടികളും അറിഞ്ഞ ആളുകൾ ഓടി വരികയാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല. അതുകൊണ്ട് അമ്മയൊന്നും വിഷമിക്കണ്ട. മക്കളോടും പറയണം, അവര് നന്നായി പഠിക്കണം. അവര് നന്നായി പഠിച്ചാൽ മതി. അവർക്ക് ഇവിടെ താമസിക്കും, ഇവിടെ അവർ ജീവിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും ഈ കുടുംബത്തോടൊപ്പം നമ്മൾ